പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി. ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ മധ്യസ്ഥരാകുന്ന ഒരു പുതിയ ഡിപ്ലോമാറ്റിക് ട്രൈഫെക്ട. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിവുള്ള ഒരേയൊരു രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞിട്ട് പീസ് മേക്കറായി മോദി എത്തുമെന്ന് നയതന്ത്ര വൃത്തങ്ങൾ പ്രതീക്ഷ നൽകിയിട്ട് ഇടനിലക്കാരായി മറ്റൊരു മിഡിൽ പവർ ബ്ലോക്ക് അവതരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച് ഒരു മാസമാകുമ്പോഴും വിശ്വഗുരു കാഴ്ചക്കാരൻ മാത്രമായെന്ന കുറ്റപ്പെടുത്തലുകൾക്കിടെയാണ് ഇടത്തി പോലെ പുതിയൊരു ഡെവലപ്മെന്റ്. മോദിയുടെ ദിശാബോധമില്ലാത്ത വിദേശ നയത്തിലേക്കാണ് വിമർശനങ്ങൾ ചെന്ന് തറക്കുന്നത്. ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ സമാധാന ദൂതന്റെ കുപ്പായമിടുന്ന പാകിസ്ഥാൻ ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത് എങ്ങനെ? മോദിയുടെ നയതന്ത്രം പാളിയോ? എന്ത് കണ്ടിട്ടാണ് പാകിസ്ഥാന്റെ പുതിയ നീക്കം? യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ ട്രംപിന്റെ 15 സമാധാന പദ്ധതി. മധ്യസ്ഥനാകാൻ പാക് സൈനിക മേധാവി അസീം മുനീർ. ഇസ്ലാമാബാദിൽ ഉന്നതതല ചർച്ച. ഇറാനിൽ സമ്മർദ്ദ തന്ത്രങ്ങളുമായി ഈജിപ്തും തുർക്കിയും. ഇതാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ നിലവിലെ ചിത്രം. ക്രൂഷ്യൽ ടൈമിൽ ലോക സമാധാനത്തിനായി രണ്ട് സുപ്രധാന ശക്തികൾക്കിടയിൽ പാലമാകുന്ന പാകിസ്ഥാൻ ഇന്ത്യക്ക് പല വിധേന തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ മുന്നേറുകയാണെന്ന സൂചനയാണ് പുതിയ മധ്യസ്ഥ നീക്കം. ഇതുതന്നെയാണ് ഇന്ത്യക്ക് സുപ്രധാന വെല്ലുവിളിയെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സൈനിക വിജയങ്ങൾ ഉണ്ടായിട്ടും പാകിസ്ഥാന്റെ നയതന്ത്ര ഇടപെടൽ മോദി സർക്കാരിനേക്കാൾ മികച്ചതാകുന്നുവെന്നതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സ്വയം പ്രഖ്യാപിത വിശ്വഗുരുവായ മോദിക്ക് ഇത് കനത്ത തിരിച്ചടിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഗ്ലോബൽ പീസ് മേക്കർ പരിവേഷം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ അപകടത്തിലാക്കും വിധം തൊട്ടയൽപ്പക്കത്ത് സംഘർഷം കനക്കുമ്പോൾ വെറും കാഴ്ചക്കാരനായെന്ന വിമർശനം മോദിക്കെതിരെ ഇതിനോടകം തന്നെയുണ്ട്. ഇതിനിടയിലാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായി പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ വരവ് ഇരട്ടപ്രഹരമാകുന്നത്. പുതിയ മധ്യസ്ഥ നീക്കത്തിലൂടെ ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനത്തിൽ കോട്ടം തട്ടുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. ഇറാൻ പാകിസ്ഥാനുമായും ചൈനയുമായും കൂടുതൽ അടുക്കുമ്പോൾ ഇന്ത്യയുടെ ഇടപെടൽ പതിവ് കോളുകളും പ്രസ്താവനകളുമായി ചുരുങ്ങുന്നുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിന്റെ ഒക്കെ ചങ്ങാതിയായിരുന്നിട്ടും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാന്റെ ക്ഷണം സ്വീകരിക്കുന്നത് മോദിയുടെ പരാജയമാണെന്നാണ് മറ്റൊരു വിമർശനം. ആയുധങ്ങളുടെയും സാധനങ്ങളുടെയും ഉപഭോക്താവ് എന്നതിലുപരി ആധുനിക കാലത്തെ സങ്കീർണമായ നയതന്ത്ര പങ്കാളിയായി ഇന്ത്യയെ അമേരിക്ക കാണുന്നില്ലെന്നും വിമർശനമുണ്ട്. യുഎസിലും ഇറാനിലും വർദ്ധിച്ചുവരുന്ന പാക് സ്വാധീനമാണ് ഇന്ത്യയുടെ മറ്റൊരു വെല്ലുവിളി. പാക് സൈനിക മേധാവി അസീം മുനീറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അടുത്ത വ്യക്തിബന്ധം നേരത്തെ ചർച്ചയായതാണ്. അസീം മുനീറിനെ തന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നാണ് ഒരു ഘട്ടത്തിൽ ട്രംപ് വിശേഷിപ്പിച്ചത്. സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനാണെങ്കിൽ അവർക്ക് ഇറാനിയൻ ഭരണകൂടത്തിന്റെ പ്രീതിയും ലഭിക്കും. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് എന്നീ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഏകോപനം ഇന്ത്യയെ പുറത്തു നിർത്തിയുള്ള ഒരു പുതിയ പവർ ബ്ലോക്കിന്റെ രൂപീകരണമാണെന്നതും വെല്ലുവിളിയാണ്. സുപ്രധാനമായൊരു മധ്യസ്ഥ നീക്കത്തിൽ ഈ രാജ്യങ്ങൾ പങ്കാളികളാകുമ്പോൾ ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായൊരു സഖ്യം ഗ്ലോബൽ സൌത്തിന്റെ നേതൃത്വത്തിൽ എത്തുകയാണെന്നാണ് വിമർശനം. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും രാജ്യാന്തര തലത്തിൽ പ്രസക്തി നിലനിർത്തുകയുമാണ് മധ്യസ്ഥ ശ്രമത്തിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സംഘർഷങ്ങളിൽ നിന്ന് ലോക ശ്രദ്ധ തിരിക്കാനും ഈ നയതന്ത്ര നീക്കം സഹായിക്കും. ഇതിനോടകം തന്നെ പ്രതിസന്ധിയിലായ പാകിസ്ഥാനെ യുദ്ധം നന്നേ തളർത്തിയിരുന്നു. രാജ്യം വൻ സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമെന്ന വിലയിരുത്തലുകളും വന്നു. സംഘർഷം രൂക്ഷമായതോടെ രാജ്യം കടുത്ത ഊർജ്ജ പ്രതിസന്ധിയാണ് നേരിട്ടത്. ഊർജ്ജ ആവശ്യങ്ങളുടെ 85% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന പാകിസ്ഥാന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചത് വലിയ തിരിച്ചടിയായിരുന്നു. രാജ്യത്ത് ഇന്ധനവിലയും കുത്തനെ കൂടി. ഹൈ ഒക്ടേൻ ഇന്ധനത്തിന്റെ വില 200% വരെയാണ് വർദ്ധിപ്പിച്ചത്. വിമാന ഇന്ധന വില വർദ്ധിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനി എയർലൈനുകൾ ടിക്കറ്റ് നിരക്കും കൂട്ടി. ഇന്ധനം ലാഭിക്കാൻ രാജ്യം കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. സ്കൂളുകൾ അടച്ചുപൂട്ടുകയും ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം നിർബന്ധമാക്കുകയും ചെയ്തു. യുദ്ധം നീണ്ടു നിൽക്കുന്നത് രാജ്യത്തെ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും വിദേശ നാണ്യശേഖരം ഇല്ലാതാക്കുമെന്നും പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. അതേസമയം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാറാണ് മധ്യസ്ഥ നീക്കത്തിൽ മറ്റൊരു സുപ്രധാന ഘടകമായതെന്നും വിലയിരുത്തലുകൾ വരുന്നു. 2025 സെപ്റ്റംബറിലാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നത നേതാക്കളും സൈനിക നേതൃത്വവും ചേർന്ന് നാറ്റോ മാതൃകയിൽ കരാറിൽ ഏർപ്പെട്ടത്. സൗദി അറേബ്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പാകിസ്ഥാന് സാമ്പത്തിക സ്ഥിരത നൽകുന്നതും ലക്ഷ്യമിട്ടാണ് കരാർ. അതായത് ഏത് ആക്രമണത്തിൽ നിന്നും സൗദി അറേബ്യയെ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ അവിടെ സൈന്യത്തെ വിന്യസിക്കും. ഇതിനു പകരമായി പാക് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി സൗദി വലിയ സാമ്പത്തിക നിക്ഷേപം പാകിസ്ഥാനിൽ നടത്തുകയും ചെയ്യും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദിക്ക് നേരെ പലതവണ ആക്രമണം ഉണ്ടായിട്ടും പാകിസ്ഥാൻ മൗനം പാലിച്ചത് വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങളിൽ പാകിസ്ഥാൻ വളരെ ശ്രദ്ധയോടെയാണ് പ്രതികരിച്ചത്. ഇറാനുമായുള്ള ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധം തന്നെയായിരുന്നു ഇതിന് പ്രധാന കാരണം. ഇരു രാജ്യങ്ങളും തമ്മിൽ 900 കിലോമീറ്ററിലേറെ അതിർത്തിയും പങ്കിടുന്നുണ്ട്.
അങ്ങനെയിരിക്കെ ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക നടപടി പാകിസ്ഥാന് രാഷ്ട്രീയപരമായും സൈനികപരമായും അപകടമാണ്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്കും താലിബാനുമായുള്ള ആഭ്യന്തര പോരാട്ടത്തിനും നടുവിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കുന്നത് വലിയ ഭീഷണിയുമാകും. ഈ സാഹചര്യത്തിലാണ് ഏറ്റുമുട്ടൽ ഒഴിവാക്കി നയതന്ത്രപരമായ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചത്. അതിന്റെ ഭാഗമാകാം മധ്യസ്ഥതയിലൂടെ എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ നീക്കം. യുദ്ധം അവസാനിപ്പിക്കാൻ 15 സമാധാന പദ്ധതിയാണ് ട്രംപ് ഭരണകൂടം ഇറാന് മുന്നിൽ വെക്കുന്നതെന്നാണ് വിവരം. പാകിസ്ഥാൻ മുഖാന്തരം ഈ പദ്ധതി ഇറാൻ കൈമാറിയെന്നാണ് US വൃത്തങ്ങൾ പറയുന്നത്. IRGCയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അസീം മുനീർ വഴി സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ നേതൃത്വത്തിന് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ പദ്ധതിക്കുമേൽ കർശന നിയന്ത്രണം, ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കൽ തുടങ്ങിയവയാണ് സമാധാന പദ്ധതിയിൽ പ്രധാനപ്പെട്ടവയെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് ഇറാൻ 5 നിർദ്ദേശങ്ങളാണ് അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും പൂർണ്ണമായും അടച്ചുപൂട്ടണം. യുദ്ധകാലത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക സാമ്പത്തികമായി നഷ്ടപരിഹാരം നൽകണം. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ ഇറാന് അനുമതി നൽകുന്ന പുതിയ നിയമം നിലവിൽ വരണം. രാജ്യത്തിനു മേലുള്ള എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും നീക്കം ചെയ്യണം. ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രയേലിന്റെ സൈനിക പ്രചാരണം അവസാനിപ്പിക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ. എന്നാൽ ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ പരിമിതപ്പെടുത്താൻ കരാർ കാരണമാകുമെന്നതും ഇറാൻ ചില വ്യവസ്ഥകൾ മാത്രം അംഗീകരിച്ചാൽ അത് തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്നുമാണ് ഇസ്രയേൽ ഭയപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.